ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മൾ തക്കാളി ചെടി വളർത്തുമ്പോഴും വഴുതന ചെടി വളർത്തുമ്പോഴൊക്കെ മിക്കപ്പോഴും കണ്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ചിത്രം വരച്ചതുപോലെ കുറേ മാർക്കിൻസ് വന്നിട്ട് ചെടിയുടെ ഇലകൾ ഉണങ്ങിപ്പോവുക. അപ്പോൾ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ചെടികൾക്ക് എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ മറ്റുള്ള ചെടികളിലേക്ക് പരക്കുന്ന എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, അപ്പോൾ എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ മാറ്റിയിട്ട് നമ്മുടെ ചെടി പഴയ പോലെ പച്ചപ്പോട് കൂടി നല്ല ആരോഗ്യത്തോടു കൂടി ചെടി വളർത്തിയെടുക്കുക എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു കീടമാണ് ഈ ഒരു പണി ചെയ്തു വെക്കുന്നത്. ചിത്രകീടം എന്നാണ് ഇതിന് നമ്മൾ സാധാരണ മലയാളത്തിൽ വിളിക്കാറ്. ഇലകൾക്കുള്ളിൽ ജീവിച്ചിരുന്നിട്ട് ഒരു പ്രത്യേക ജീവിതഘട്ടം പൂർത്തിയാക്കിയിട്ട് പുറത്തോട്ട് പോകുന്ന ഒരു ജീവിയാണ് ചിത്രകീടം. ഇംഗ്ലീഷിൽ ഇതിനെ ലീഫ് മൈനർ എന്നാണ് വിളിക്കുക. ഇലകൾക്കുള്ളിൽ കഴിയുന്ന സമയത്ത് ഇതിന് ഭക്ഷണം ആവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇലയിലുള്ള ഹരിതകം എല്ലാം കാർന്ന് നിന്നിട്ടാണ് ഈ ഒരു ജീവി ജീവിക്കുക. അപ്പോൾ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ സാധാരണ ചെടിയുടെ വളർച്ച സാവധാനത്തിൽ മുരടിച്ച് വരും, ഇലകൾക്ക് ഉണക്ക് ബാധിക്കും. കൂടാതെ വരുന്ന പ്രധാന പ്രശ്നമാണ് ചെടിയുടെ തക്കാളി ചെടിക്കാണ് ബാധിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വഴുതനയ്ക്കാണ് ബാധിക്കുന്നതെങ്കിൽ അതിൻ്റെ കായ്കളുടെ വലിപ്പം കുറഞ്ഞു വരിക, എണ്ണം കുറഞ്ഞു വരിക. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിളവ് നമുക്ക് ഈ ഒരു ചെടിയിൽ നിന്ന് പിന്നീട് കിട്ടില്ല. അപ്പോൾ അതെങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് വേപ്പെണ്ണയാണ്. വെള്ളം വിൽക്കുന്ന കടയിലോ അല്ലെങ്കിൽ വൈദ്യശാലകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വേപ്പെണ്ണ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സോപ്പാണ് ഇനി വേണ്ടത്. ഇത് കുറച്ച് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഞാൻ കയ്യിലെടുത്തിരിക്കുന്ന അത്രയും അളവിലെടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ നന്നായിട്ട് കലക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ 1 ലിറ്റർ കൊള്ളുന്ന സ്പ്രേയറിൻ്റെ ഏകദേശം 3/4 ഭാഗത്തോളം നമ്മൾ നേരത്തെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ സോപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളൊരു 4 ml വേപ്പെണ്ണ നമ്മൾ ഈ ഒരു സ്പ്രേയറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ വേപ്പെണ്ണ എല്ലാം നേരെ മുകളിൽ വന്ന് പൊങ്ങിക്കിടക്കും. ഇതിലോട്ട് നേരെ സ്പ്രേയറിൻ്റെ ടോപ്പ് ഇട്ടിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാൻ പാടില്ല. നന്നായിട്ട് കുലുക്കിയ ശേഷം വേണം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. ഇതാണ് നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നും കൂടി ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിന് ശേഷം വീണ്ടും നമ്മളിതൊന്ന് ആവർത്തിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന പുതിയ ഇലകളും പുതിയ തളിർപ്പുകൾക്കൊന്നും ഈ കീടം ബാധിക്കില്ല. നിലവിൽ നമ്മുടെ ചെടിയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ കീടങ്ങളും ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ പിന്നീട് ഈ ഒരു ചെടിയിൽ മുട്ടയിടാൻ വേണ്ടിയിട്ട് ഈ ഒരു കീടം പറന്ന് വരുന്ന സമയങ്ങളിൽ ഈ ഒരു വേപ്പെണ്ണ സോപ്പ് മിശ്രിതത്തിൻ്റെ ഒരു സ്മെല്ല് തട്ടുമ്പോൾ തന്നെ ആ ഒരു ചെടിയെ ആക്രമിക്കാതെ പറന്ന് വേറെ എങ്ങോട്ടും പോവുകയാണ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് വേപ്പെണ്ണ സോപ്പ് മിശ്രിതം തയ്യാറാക്കാമെന്ന് മുൻപത്തെ പല വീഡിയോയിലും ആളുകൾ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ നിങ്ങൾ വേപ്പെണ്ണ സോപ്പ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേപ്പെണ്ണയുടെ അളവ് കൂടാൻ പാടില്ല. ഒരുപാട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ ഉണങ്ങിപ്പോവാൻ അത് വലിയൊരു കാരണമാവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേപ്പെണ്ണ സോപ്പ് മിശ്രിതം തയ്യാറാക്കി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് കീടങ്ങളെ നശിപ്പിക്കാനും ഒരുപാട് നല്ല രീതിയിൽ വിളവ് ലഭിക്കാനും നമുക്ക് ഒത്തിരി ഇത് ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് പറയേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.